മൂന്നാർ ചൊക്രമുടിയിൽ നടന്നത് നഗ്നമായ ഭൂമി കയ്യേറ്റമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ചൊക്രമുടിയിലെ വിവാദ ഭൂമി സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റവന്യൂ വകുപ്പും CPIയും അറിഞ്ഞാണ് ഈ നിയമലംഘനങ്ങൾ നടന്നതെന്നും വി.ഡി. സതീശൻ ആരോപിച്ചു. തീയതി രേഖപ്പെടുത്താതെ റവന്യൂ വകുപ്പ് മന്ത്രിക്ക് ലഭിച്ച ഒരു കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂമിയിൽ പ്രത്യേക ഉത്തരവിറക്കി റീസർവേ നടത്തി ക്രമവൽക്കരിച്ചു നൽകിയത്. ചൊക്രമുടിയിൽ CPIയും CPMും മത്സരിച്ചാണ് റവന്യൂ ഭൂമി കയ്യേറിയത്. ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് CPI ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ CPI ജില്ലാ കമ്മിറ്റി അംഗം സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചിട്ടില്ല. ചൊക്രമുടിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് M. M. മണി MLAയുടെ സഹോദരൻ ലംബോദരനും അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരന്മാരും സർക്കാർ ഭൂമി കയ്യേറിയിട്ടുണ്ട്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശൈലജയുടെ ഭർത്താവ് സുരേന്ദ്രനെതിരെ ഇവിടെ സർക്കാർ ഭൂമിയിൽ 2.5 കിലോമീറ്റർ ദൂരത്തിൽ റോഡ് നിർമ്മിച്ചതിന് 2023 ഭൂസംരക്ഷണ നിയമപ്രകാരം റവന്യൂ വകുപ്പ് കേസെടുത്തിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ബൈസൺ വാലിയിലെ ഈ ചൊക്രമുടിയിൽ നടന്നിരിക്കുന്നത് നഗ്നമായ ഭൂമി കയ്യേറ്റമാണ്. സർക്കാർ ഭൂമി കയ്യേറ്റമാണ്. സർക്കാർ പാറ പുറമ്പോക്ക് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭൂമി കയ്യേറാൻ വേണ്ടിയിട്ട് റവന്യൂ അധികാരികൾ തന്നെ കൂട്ടുനിന്നിരിക്കുകയാണ്. റവന്യൂ വകുപ്പ് ഭരിക്കുന്ന കക്ഷിയുടെ നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടിയാണ് ഇത് മുഴുവൻ നടന്നിരിക്കുന്നത്. IG-യുടെ റിപ്പോർട്ട് കൊടുത്തു, പിന്നെ അന്വേഷണം നടത്തി. ഗവൺമെന്റ് ചെറുവിരൽ അനക്കുന്നില്ല. ഇപ്പോൾ CPI ജില്ലാ സെക്രട്ടറിക്ക് അടക്കം പങ്കുണ്ട് എന്ന് പറഞ്ഞ് CPIയുടെ ജില്ലാ കമ്മിറ്റി കൗൺസിൽ അംഗം തന്നെ പാർട്ടിക്ക് പരാതി കൊടുത്തു. എന്നിട്ടൊരു അനക്കമില്ല. പാർട്ടി അറിഞ്ഞതാണ്. അപ്പൊ CPIക്കാർ ഇവിടെ ഇത്രയും ചെയ്യുമ്പോൾ CPMനെ വെറുതിരിക്കാൻ പറ്റുമോ? ഇവിടെ ഒരു മത്സരം ഉള്ളതാണ് CPIയും CPMും തമ്മിൽ. CPM നേതാവായ മുൻ മന്ത്രിയായ M. M. മണിയുടെ സഹോദരൻ ലംബോദരനും അദ്ദേഹത്തിന്റെ അളിയന്മാരൂടെയാണ്, ഭാര്യ സഹോദരന്മാരൂടെയാണ് അവിടെ കയ്യേറിയിരിക്കുന്നത്. സുരേന്ദ്രൻ എന്ന് പറയുന്ന CPMന്റെ പഴയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇപ്പൊ ഒരു ബാങ്കിന്റെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് പാർട്ടിയുടെ. അദ്ദേഹത്തിനെതിരായിട്ടൊരു LC കേസ് എടുത്തിട്ടുണ്ട് 2023. എന്താണെന്നറിയാമോ? 2.5 കിലോമീറ്റർ ദൂരം 10 മീറ്റർ വീതിയിൽ റോഡ് പണിതേന് എടുത്തിട്ടില്ല. കയ്യേറിയന് കേസെടുത്തിട്ടില്ല. 100 കണക്കിന് ഏക്കർ സ്ഥലമാണ് അപ്പുറത്തെ മല. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. അതിന്റെ അപ്പുറത്തെ മല കംപ്ലീറ്റ് ആയിട്ട് കയ്യേറിയിരിക്കുന്നു. എന്നാൽ ഭൂമി കയ്യേറ്റത്തിന് നാളിതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല. ചൊക്രമുടിയിൽ ഭൂമി കയ്യേറിയവർ കൊട്ടക്കാമ്പൂരിൽ മുൻപ് 200 ഏക്കറോളം ഭൂമി കയ്യേറിയിട്ടുണ്ട്. അന്ന് ഇവർക്കെതിരെ കേസെടുത്തിരുന്നെങ്കിൽ ചൊക്രമുടിയിലെ കയ്യേറ്റം ഉണ്ടാകുമായിരുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇത് ഈ ഭൂമി കയ്യേറിയ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഈ ചൊക്രമുടി ഈ ഭൂമി കയ്യേറിയ ആൾ മദ്രാസിലെ വ്യവസായി. അയാൾ കൊട്ടക്കാമ്പൂര് 300 ഏക്കർ കയ്യേറിയിട്ടുണ്ടായിരുന്നു. അയാൾക്കെതിരായി അന്ന് കേസെടുത്തിരുന്നെങ്കിൽ ഇപ്പൊ ഈ കയ്യേറ്റം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. അയാളെ രക്ഷിക്കുകയാണ് ആ കേസ് മുമ്പോട്ട് പോവാതെ. 300 ഏക്കർ എങ്ങനെയാ? അവിടെ താമസിക്കുന്ന തമിഴ് വംശജരായ ആദിവാസികളുടെ പേരിൽ വ്യാജ പട്ടയം ഉണ്ടാക്കി പവർ ഓഫ് അറ്റോർണി കൈകാര്യം ചെയ്തിട്ടാണ് വേറൊരാൾ മേടിച്ചിട്ടുണ്ടായില്ല അവിടെ കൊട്ടക്കാമ്പൂരി. ഇനിയിപ്പോൾ അത് ഞാൻ പറയുന്നില്ല. അതിന്റെ കൂടെ മേടിച്ചാളാ 300 ഏക്കർ. പ്രതിപക്ഷ നേതാവിനൊപ്പം ഡീൻ കുര്യാക്കോസ് MP, DCC പ്രസിഡന്റ് CP മാത്യു, AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി, നേതാക്കളായ ഇബ്രാഹിംകുട്ടി കല്ലാർ, റോയ് K. പൗലോസ്, AP ഉസ്മാൻ, പ്രൊഫസർ MJ ജേക്കബ് തുടങ്ങിയവരും ചൊക്രമുടിയിൽ സന്ദർശനം നടത്തി. നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ? ഞങ്ങൾ സഹായിക്കാം. അതും ഹൈറേഞ്ചിൽ ഏറ്റവും പ്രചാരത്തിലുള്ള HCN ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും. പരസ്യം ഏതുമാകട്ടെ, കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 8330804447 അല്ലെങ്കിൽ 8330044821.